നിങ്ങൾ വർഷങ്ങളായിട്ട് ഫേസ്ബുക്ക് ആഡ്സ് റൺ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ലീഡ്സും കൺവേർഷൻസും ഒക്കെയാണോ കിട്ടുന്നത്? നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണി കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഫേസ്ബുക്കിനെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതത്തിനെയും അപ്ഡേറ്റ്സിനെയൊക്കെ കുറ്റം പറയും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ കറക്റ്റായ സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്യുന്നത്, ക്യാമ്പയിൻ കറക്റ്റായ രീതിക്കാണോ നിങ്ങൾ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതെന്നുള്ളത്? ഒരു ക്യാമ്പയിൻ വർക്ക് ആവാത്തതിൻ്റെ 7 റീസൺസും അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റീസൺ 1, റോങ് ഓഡിയൻസ്. നമ്മളിപ്പോൾ ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓഡിയൻസ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നാരോ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബ്രോഡൺ ആവാൻ ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ ലൊക്കേഷൻ റോങ് ആവാം, ഇൻട്രസ്റ്റ് റോങ് ആവാം. എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഇതിനു വേണ്ടി നിങ്ങൾ ഇന്ത്യ മൊത്തം ടാർഗറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇത് ഫിക്സ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റും ഡെമോഗ്രാഫിക്കും ഒക്കെ നമ്മൾ എപ്പോഴും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കസ്റ്റം ഓഡിയൻസും ലുക്ക് ഓഡിയൻസും ഒക്കെ എപ്പോഴും യൂട്ടിലൈസ് ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓഡിയൻസ് റോങ് ആവാനുള്ള ചാൻസസ് വളരെ കുറയും. റീസൺ 2, വീക്ക് ആഡ് ക്രിയേറ്റീവ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ ഭയങ്കര ബോറായിരിക്കും, ഡള്ളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ജനറിക് ആയിരിക്കും. അത് ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റിയ വിധത്തിലായിരിക്കില്ല. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ സ്റ്റോക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒക്കെ. ഇത് ഫിക്സ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ബ്രൈറ്റ് കളേഴ്സും ഇമോഷൻസും മൂവ്മെൻറ്റ്സും ഒക്കെ വരുന്ന ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്രിയേറ്റീവ്സ് യൂസ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്യണം. റീസൺ 3, പുവർ ആഡ് കോപ്പി. നമ്മൾ ആഡ് കോപ്പി എഴുതുന്ന സമയത്ത് ഭയങ്കര ജനറിക് ആയിട്ടും ആളുകളുടെ പെയിൻ പോയിന്റ്സും ആയിട്ട് കണക്ട് ചെയ്യാതെ എഴുതി കഴിഞ്ഞാലും ആഡ് വർക്കാവില്ല. ഇത് റെക്ടിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ആഡ് കോപ്പിയുടെ ആദ്യത്തെ 2 സെൻറ്റൻസ് എപ്പോഴും ആളുകളുടെ അട്രാക്ഷൻ ഗ്രാബ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ സ്ട്രോങ് CTS യൂസ് ചെയ്യണം. ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൂടി നിങ്ങളുടെ ആഡ് കോപ്പിയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. റീസൺ 4, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്. നിങ്ങൾക്കിപ്പോൾ ലീഡ്സ് അല്ലെങ്കിൽ സെയിൽസ് വേണം, നിങ്ങൾ അവയർനെസ് ക്യാമ്പയിൻ ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രാഫിക് ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ നീഡും ക്യാമ്പയിൻ ഒബ്ജക്റ്റീവും കറക്റ്റായിട്ട് മാച്ച് ആവണം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ബ്ലോഗ് വിസിറ്റ് വേണം, നിങ്ങൾ ട്രാഫിക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ലീഡ് ജനറേഷൻ വേണം, ലീഡ് ക്യാമ്പയിൻസ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് കൺവേർഷൻ വേണമെങ്കിൽ നിങ്ങൾ സെയിൽസ് ക്യാമ്പയിൻ യൂസ് ചെയ്യണം. റീസൺ 5, നോട്ട് ഇനഫ് ബഡ്ജറ്റ് ഓർ ടെസ്റ്റിംഗ്. നിങ്ങളിപ്പോൾ ഡെയിലി ഒരു 100 രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഹ്യൂജ് റിട്ടേൺ നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ? ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ 70% അലോക്കേറ്റ് ചെയ്യേണ്ടത് എഫക്റ്റീവായിട്ടുള്ള ആഡ്സിനും ഈ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ക്യാമ്പയിൻസ് ഒക്കെ 30% ബഡ്ജറ്റും വെച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ റിട്ടേൺ കിട്ടും. റീസൺ 6, വീക്ക് ഓഫർ. അതായത് നിങ്ങളുടെ ആഡ് എത്ര അടിപൊളിയാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഓഫർ ബെറ്റർ അല്ലെങ്കിൽ ആഡ് ഫ്ലോപ്പ് ആയിരിക്കും. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട്സും ലിമിറ്റഡ് ടൈം ഡീൽസും വെച്ചിട്ട് നിങ്ങളുടെ ആഡ് മാക്സിമം അട്രാക്റ്റീവ് ആക്കണം. റീസൺ 7, പുവർ ലാൻഡിംഗ് പേജ് ഓർ ഫോം. അതായത് ആഡ് ക്ലിക്ക് ചെയ്ത് ഫോമിലോട്ടോ ലാൻഡിംഗ് പേജിലോട്ടോ പോകുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ ലാൻഡിംഗ് പേജ് ഭയങ്കര ബോറാണ്, മൊബൈൽ ഫ്രണ്ട്ലി അല്ല, ലോഡ് ആവാൻ ഭയങ്കര സ്ലോ ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായും അവരിറങ്ങിപ്പോകും. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലാൻഡിംഗ് പേജ് സ്പീഡ് കൂട്ടണം, മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം, അതുപോലെ സ്ട്രോങ് CTS വേണം. അത് 1-2 മതി, ഒരുപാട് CTS യൂസ് ചെയ്യുന്നതും ബോറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോം ഭയങ്കര ഷോർട്ട് ആയിരിക്കണം, ഫില്ല് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കണം. ഒരു ബോണസ് ടിപ്പ് കൂടെ ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് റീടാർഗറ്റിംഗ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യണം. അതായത് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് വൺസ് കണക്റ്റ് ആയ ആളുകളെ നിങ്ങൾക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്യാം. അതുപോലെ ഫേസ്ബുക്ക് പിക്സൽ എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പഴയ ആഡുകൾ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യരുത്, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. അതായത് കഴിഞ്ഞ മാസം വർക്കൗട്ടായ ആഡുകൾ ഈ മാസം വർക്കൗട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് CC സൈബർ ക്യാമ്പസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.